ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കുട്ടിക്കാലം അല്ല കേട്ടോ. ഞാൻ കുറച്ച് ദിവസമായില്ലേ നിങ്ങൾ കുട്ടിക്കാലം കുട്ടിക്കാലം എന്ന് പറഞ്ഞ് പറ്റിക്കുന്നത്. ഞാൻ വിചാരിച്ചു കുട്ടിക്കാലത്തിന് ഇനി സമയമുണ്ട്. കാരണം കുറച്ച് കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ Q&A പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ ഇഷ്ടമുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനും പറഞ്ഞിട്ടായിരുന്നു. കുറേ ചോദ്യങ്ങൾ അയച്ചു തന്നിരുന്ന കൂട്ടത്തിൽ എനിക്ക് തോന്നി ഇത് നിങ്ങളുടെ അടുത്തൊന്ന് സംസാരിക്കാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ എൻ്റെ ചാനലിലല്ലാന്ന് മാത്രം. അത് ആ ഒരു റീല് കുറച്ച് വൈറലായിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പേർക്ക് മനസ്സിലാവും അല്ലേ? അതായത് നമ്മുടെ വിഷമങ്ങള് അല്ലെങ്കിൽ സന്തോഷങ്ങളായാലും സങ്കടങ്ങളാണെങ്കിലും ഷെയർ ചെയ്യാൻ നമുക്കൊരാള് എന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞിരുന്ന റീലില്. ഒരു 5 മിനിറ്റോ 2 മിനിറ്റോ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ഒരാള്, നമ്മൾ പറയുന്ന കേൾക്കാൻ, നമ്മുടെ വിഷമം ഒന്ന് പങ്കിടാൻ നമുക്കൊരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ പലപ്പോഴും ആശിച്ചു പോകും എന്നുള്ളൊരു കാര്യം. അപ്പോൾ കേൾക്കുമ്പോൾ അത് ഞാൻ ആ റീല് പിന്നെ കുറേ പേര് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെനിക്ക് റീഷെയർ ചെയ്യുമ്പോൾ വന്ന കമന്റ്സ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറേ കണ്ട കമന്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചി അത് പറയാൻ എളുപ്പമാണ്, അങ്ങനെ നമുക്ക് ആരും ഇല്ല എന്ന് പറഞ്ഞ് കുറച്ച് പേരുണ്ടായിരുന്നു. കുറച്ച് പേര് പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയാണ്, നമ്മൾ പറയുന്നത് കേൾക്കാൻ ആളുണ്ട്, പക്ഷെ ആ കേൾക്കുന്ന ആൾ എങ്ങനെ ഇരിക്കണം? അവര് തിരിച്ച് അപ്പുറത്ത് പോയി ഈ നമ്മൾ പറഞ്ഞതിന്റെ കൂടെ എക്സ്ട്രാ ഫിറ്റിങ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ 10 ഇരട്ടിയായിട്ട് പറഞ്ഞു കിടക്കുന്ന ഒരാളെ കിട്ടിയിട്ട് നമുക്ക് എന്ത് കാര്യം? അതിനേക്കാൾ നല്ലത് ആരും ഇല്ലാതിരിക്കുന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്സ് ഞാൻ കണ്ടിരുന്നു. വളരെ സത്യമായ ഒരു പോയിന്റാണത്. ഞാൻ ഉദ്ദേശിച്ചത് ആ 2 മിനിറ്റെങ്കിൽ 2 മിനിറ്റ് നമ്മളുടെ കാര്യങ്ങൾ കേൾക്കാൻ, നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മളുടെ നന്മ ശരിക്കും ആഗ്രഹിക്കുന്ന ഒരാളെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരാളെ കിട്ടുന്നത് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ കാര്യത്തിന് പോലും നമുക്ക് സമയമില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലെ? അപ്പോ മറ്റുള്ള ആളുടെ ഒരു കാര്യം കേൾക്കാൻ സമയം കണ്ടെത്തുക, അവരെ കൺസോൾ ചെയ്യാൻ സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. പക്ഷെ നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടി നമുക്കൊരു 5 മിനിറ്റ് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ചുറ്റുപാടും ഉള്ള നമ്മുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും അയൽവാസികളുടെയും ഒക്കെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയിക്കാൻ നമ്മൾ കൊണ്ട് പറ്റും. ഇല്ലേ? നിങ്ങൾക്ക് തോന്നുന്നില്ലേ പറ്റുന്നുള്ള കാര്യം? നമുക്കൊരവസ്ഥ ഇങ്ങനെ വരുമ്പോഴാണ് നമുക്കൊരാളുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോവുക. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ചില ആൾക്കാര് പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ കേൾക്കില്ല. നല്ലൊരു ലിസണറും കൂടെ ആവണം. നല്ലൊരു കേൾവിക്കാരനായിരുന്നാൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരെ വിഷമങ്ങൾ മനസ്സിലാക്കും. അതായത് നമ്മൾ അതിൽ കൂടെ കടന്നു പോകുമ്പോഴേ അത് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം, നമ്മൾ ഇങ്ങനെ ഒരു സമയം കണ്ടെത്തി നമ്മുടെ സുഹൃത്തിനോ നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്കോ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവരും നമുക്ക് വേണ്ടി സമയം മാറ്റിവെക്കും. അല്ലാതെ നമ്മള് ഒന്നും ചെയ്യില്ല, ഒരു ലിസണർ ആവാണ്ട് നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മൾ ആരെ വിളിക്കുക? നമ്മൾ അതിനുള്ള യോഗ്യത എന്താ നമുക്കുള്ളത്? അപ്പോൾ ആദ്യം നമ്മളൊരു നല്ല ലിസണർ ആവുക. അതിനുശേഷം നമുക്കൊരാവശ്യം വന്ന് നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കാര്യങ്ങൾ കേൾക്കും. അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അവരിപ്പോ ചെയ്യുന്ന ഉപദേശം ചിലപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ മനസ്സിലത്തെ ഭാരം ഒന്ന് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോ എന്താ ചെയ്യാൻ, വിഷമം വന്നു കഴിഞ്ഞാൽ കരഞ്ഞു തീർക്കും അല്ലെ? ഞാൻ പറയും, കരഞ്ഞ അയ്യോ നാണക്കേടാണ് അല്ലെങ്കിൽ ആരും കാണും എന്നുള്ള വിചാരിച്ച് നിങ്ങൾ കരയാതിരിക്കരുത്. കരഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചില അമ്മമാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആമ്പിള്ളേര് കരയാൻ പാടില്ല. എന്താ ആമ്പിള്ളേര് കരഞ്ഞ എന്ത് പറ്റും? അവരും മനുഷ്യരല്ലേ, അവർക്ക് ഫീലിങ്സ് ഇല്ലേ? പെൺകുട്ടികൾക്ക് എന്തോരം വേണമെങ്കിൽ കരയാം, പക്ഷെ ആമ്പിള്ളേര് കരയാൻ പാടില്ല, അത് മോശക്കേടാണ്. ഒരിക്കലും അല്ല. ഞാൻ എന്റെ മക്കളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വിഷമം വന്നാൽ കരഞ്ഞോ, ഒരു കുഴപ്പമില്ല, ഞാൻ കൂട്ടിനുണ്ട്, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ സപ്പോർട്ടിന് വേണ്ടി, അച്ഛനുണ്ട് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട്. നിങ്ങൾക്ക് വിഷമം വന്ന നമുക്ക് കണ്ണുനീരെന്നൊക്കെ പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാണ്ട് ഇത് മുഴുവനും പിടിച്ചു നിന്നിട്ട് അവസാനം അറ്റാക്ക് ഒന്ന് ചത്തുപോകാനാ. എനിക്ക് അതിനോട് ഒരു തരത്തിൽ യോജിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ കുട്ടികൾക്ക്, നമുക്ക് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ല മക്കളായി വളരുക, ആദ്യം നല്ലൊരു മനുഷ്യനായി വളരുക എന്നുള്ളതാണ്. സഹജീവികളോടൊരു കാരുണ്യം കാണിക്കുക. അതായത് ഇപ്പോ ഈ സ്കൂളുകളിലൊക്കെ കുറെയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പണ്ടൊക്കെ ബുള്ളിങ് ഭയങ്കര കൂടുതലായിരുന്നു. ഈ ഏതാടാ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ ബുള്ളിങ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് അത് നാടൻ രീതിയിലായിരുന്നു, ഇപ്പൊ കുറച്ച് ഇന്റർനാഷണൽ ലെവലായിരുന്നു മാത്രം. അപ്പോൾ ആൺകുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ അമ്മമാരെന്നുള്ള രീതിയിൽ ആൺമക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഉപദേശം, അവര് കല്യാണം കഴിച്ച് പെൺകുട്ടികളെ കൊണ്ടുവരുമ്പോഴാണ്, അതിന് മുൻപ് തന്നെ പെൺകുട്ടികളെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം അല്ലെ? അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അവരെ കളിയാക്കാനോ അവരെ ബുള്ളി ചെയ്യാനോ നമുക്ക് തോന്നില്ല. അപ്പൊ ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം നമ്മൾ വീട്ടിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നല്ല മനുഷ്യരായി വളരുകയും ഭാവിയിൽ സമൂഹത്തിന് അതൊരു ഉപകാരപ്രദമാവുന്ന രീതിയിലോട്ട് മാറുകയും ചെയ്യും. ഞാനിങ്ങനെ ഭയങ്കര ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഫ്രണ്ട്സിനെ കുറിച്ചാണ്.
അപ്പോൾ ആ ഒരു ലിസണർ എന്ന് പറയുന്നത് ഒരു നല്ല ഫ്രണ്ട് ആവാം, നമ്മുടെ സ്വന്തം അമ്മയും അച്ഛനാവാം, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവാവാം, നമ്മുടെ മക്കളാവാം, നമ്മളെ ഡിസ്റ്റന്റ് റിലേറ്റീവ് ആവാം, അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ് ആവാം, ഒന്നും അല്ലെങ്കിൽ ഒരു നൈബർ ആവാം. മനസ്സിലാവുന്നുണ്ട്? പക്ഷെ ആ ഒരാളെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. എനിക്ക് പലപ്പോഴും അബദ്ധം പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. ജാൻചേട്ടൻ എപ്പോഴും പറയും അവൾക്ക് ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യാൻ അറിയില്ല എന്ന്. കാരണം ചെറുപ്പത്തിലെ വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ, ഒരു കുട്ടിയായിരുന്നു ഞാൻ. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒറ്റ മോളാണ്. അപ്പൊ സിബ്ലിങ്സ് എനിക്കില്ല. കസിൻസ് ആണെങ്കിലൊക്കെ ദൂരാണ് താമസിച്ചിരുന്നത്. നമുക്ക് പല കാര്യങ്ങളും, കൊച്ചു കൊച്ചു കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ പറയാൻ ഒരു ആളുണ്ടായിരുന്നില്ല. ഷെയർ ചെയ്യാൻ ഒരു നല്ല ഫ്രണ്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല ചെറുപ്പത്തിലെ. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ കസിൻസിനെ കാണുന്നത് വർഷം 1-2 തവണയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ട്. അപ്പൊ നമുക്ക് കൂട്ടി വെച്ച് പറയണം. നമ്മൾ വെക്കേഷനൊക്കെ ആകുമ്പോൾ, സമ്മർ വെക്കേഷനൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഈ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുവരെ നമുക്ക് ഇങ്ങനെ സഫോക്കേഷനാണ്, ഇങ്ങനെ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ. അപ്പൊ അത് കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, അത് പിന്നെ അന്നത്തെ കുട്ടിക്കാലത്തെ കഥകൾ എന്നൊക്കെ പറയുമ്പോൾ കൊച്ചു കൊച്ചു കഥകളാണ്. ഏത് കുഞ്ഞുങ്ങളും ഉള്ള കഥകൾ മാത്രമായിരുന്നു. പക്ഷെ നമ്മൾ ഏജ് കൂടും തോറും നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ മാറും അല്ലെ. അതായത് ടീനേജ് പാസ് ചെയ്ത് കഴിയുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാവുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും, ഫേസ് ചെയ്യുന്ന കുറെ ചാലഞ്ചസ് ഉണ്ടാവും. അത് ചിലപ്പോൾ അമ്മയുടെ അടുത്ത് പറയാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പറയാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് വിശ്വസിച്ച് പറയാൻ പറ്റുന്ന ഒരാൾക്കാർ വേണം എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ കല്യാണം കഴിഞ്ഞ് ഇതേപോലെ തന്നെ വലിയ ഇഷ്യൂസിൽ കൂടെ കടന്നു പോകുമ്പോൾ എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ നിലനിന്ന് പോകുന്നത്. അതല്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമ്മുടെ മനസ്സ് എപ്പോഴാണ് കൈവിട്ടു പോകുന്നത് നമുക്കറിയില്ല. ഒരു നിമിഷം നമ്മൾ എടുക്കുന്ന ഒരു തെറ്റായ തീരുമാനമായിരിക്കും നമ്മുടെ അവസാനം ആയി മാറുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുന്ന അവസ്ഥയിൽ നമുക്കൊരു കച്ചിത്തുരുമ്പെന്ന പോലെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചു പോയിട്ടുണ്ട് അല്ലെ. നിങ്ങൾ പലരും ആഗ്രഹിച്ചു പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം ആ വീഡിയോന് ശേഷം എനിക്ക് വരുന്ന കമന്റ്സ് അങ്ങനെയായിരുന്നു, മെസ്സേജസ്, പേഴ്സണൽ മെസ്സേജസ് അങ്ങനെയായിരുന്നു. അപ്പൊ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് നമുക്ക് അങ്ങനെ ഒരാളെ കിട്ടുക എന്നുള്ളത്. അപ്പൊ എനിക്കിപ്പോ 44 വയസ്സ്. അപ്പൊ 44 വയസ്സിനുള്ളിൽ പലതരത്തിലുള്ള സുഹൃത്തുക്കളെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 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 കൂട്ടം എന്ന് പറയുന്നത് വളരെ ജെനുവിൻ ആയിട്ടുള്ള നമ്മുടെ ഉയർച്ചയിലും താഴ്ചയിലും സന്തോഷത്തിലും ദുഃഖത്തിലും നമ്മൾ കൂടെയുള്ള വളരെ നല്ല എന്താ പറയാ കട്ടയ്ക്ക് നിൽക്കുന്ന സുഹൃത്തുക്കൾ. അത് വളരെ ഭാഗ്യമുള്ളതാണ് അങ്ങനത്തെ സുഹൃത്തുക്കളെ കിട്ടുക എന്ന് പറയുന്നത്. അടുത്ത വിഭാഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറെ പേർക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മൾ സന്തോഷം വരുമ്പോൾ കൂടെ നിൽക്കും. അതേസമയം നമുക്കൊരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ വലിയൊരു പ്രശ്നത്തിൽ പെടുമ്പോൾ എന്താ പറയാ നമ്മളെ മൈൻഡ് ചെയ്യാണ്ട് ഒറ്റയ്ക്കാക്കി പോകുന്ന സുഹൃത്തുക്കൾ. അടുത്ത വിഭാഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പോൾ ഒരാള് ഒരു ഇച്ചിരി ഹയർ പൊസിഷനിൽ വരിക, പെട്ടെന്ന് ഓൾ ഓഫ് വിചാരിക്കാതെ ഇരിക്കുന്ന സമയത്ത് അവർക്കൊരു എന്താ ഞാൻ പറയാ ഒരു ഉയർച്ച വരിക. ഫോർ എക്സാമ്പിൾ ഒരു നല്ല ജോലി കിട്ടുകയോ, അല്ലെങ്കിൽ ഒരു നല്ല ഹൈ പൊസിഷനിലോട്ട് കല്യാണം കഴിച്ചു പോവുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ആ കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരനേക്കാളും മുകളിൽ നിൽക്കുന്ന അവസ്ഥയിൽ വരുമ്പോൾ കുറെ പേര് ആ റിലേഷൻ അവർ പതുക്കെ അങ്ങ് കട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ വിചാരിക്കുക അയ്യോ ഇതെന്താ കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരൻ എൻ്റെ അടുത്ത് മിണ്ടാത്തെ എന്ന് ചോദിച്ച് നമ്മൾ മനസ്സിൽ തന്നെ ചോദിക്കാം എന്ത് പറ്റി. പിന്നെ എപ്പോഴെങ്കിലും ഇവര് കണ്ടുമുട്ടുകയോ അല്ലെങ്കിൽ നമ്മൾ എഫേർട്ട് എടുത്തിട്ട് അവർ സംസാരിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ പറയുന്ന ഒരു വാചകമാണ്, ഓ നീയൊക്കെ വലിയ ആളായി പോയല്ലോ, നീയൊക്കെ വലിയ ആളായി പോയല്ലോ, നിനക്കൊക്കെ പോയി ഞങ്ങളോട് സംസാരിക്കാൻ സമയമുണ്ടോ. അത് അവര് ചിന്തിച്ചു കൂട്ടുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ജെനുവിൻ ആണെങ്കിൽ നമ്മുടെ സുഹൃത്തിന് കണ്ടെത്താൻ ഒരു 5 നിമിഷമെങ്കിലും ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ ക്യാരക്ടർ അനുസരിച്ച് മാറ്റം വരും. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അത് അസൂയ കൊണ്ടാണോ അല്ലെങ്കിൽ അവര് കോംപ്ലക്സ് കൊണ്ടാണോ അങ്ങനെ അവർ അകന്നു പോകുന്നത് എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പൊ അതെനിക്ക് എനിക്ക് പേഴ്സണലി അങ്ങനത്തെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ്. ഞാൻ എന്നുള്ളൊരു വ്യക്തി എന്ന് പറയുന്നത് സുഹൃത്ത് ബന്ധത്തിന് ഒരുപാട് വില കൊടുക്കുന്ന ഒരാളാണ്. അപ്പൊ എന്റെ കുഞ്ഞിലേ മുതലുള്ള ഫ്രണ്ട്സും ഇപ്പോ ഈ നിമിഷം വരെയുള്ള എല്ലാ ഫ്രണ്ട്സിനെയും ഞാൻ മറന്നിട്ടില്ല. പക്ഷെ എല്ലായ്പ്പോഴും നമുക്ക് ഡെയിലി സംസാരിക്കാൻ പറ്റിയെന്ന് വരാറില്ല. നിങ്ങൾക്കറിയാലോ, ഇപ്പൊ നമ്മള് സാധാരണ ഒരു വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മയാണെങ്കിലും ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒക്കെ നമുക്ക് നമ്മുടേതായ ജോലി തിരക്കുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും സമയം കണ്ടെത്തി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് കുശലാന്വേഷണം നടത്താനും അവരുടെ കാര്യങ്ങൾ തിരക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ അത് എന്നും പറ്റിയെന്ന് വരില്ല. അപ്പൊ ചില സുഹൃത്തുക്കൾ, ഇപ്പൊ എക്സാമ്പിൾ പറയേണ്ടത് അനു, ഞാൻ ഡെയിലി അനുവിനോട് സംസാരിക്കാറില്ല. അനുവിനോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ 1-2 മണിക്കൂർ സംസാരിച്ചു എന്ന് വരും. ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഗ്യാപ്പിലാണൊക്കെ ഞാൻ അവളുടെ അടുത്ത് സംസാരിക്കാറില്ല. പക്ഷെ
ഒരിക്കലും ഞങ്ങൾക്ക് ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തിട്ടില്ല. ഇന്നലെ മിണ്ടിയ പോലെ തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 വർഷമായിട്ട് മിണ്ടാതിരിക്കുന്ന സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് കാണുകയാണെങ്കിൽ ഒരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യില്ല. അത് ഇന്നലെ മിണ്ടി ഇന്നലെ നമ്മൾ കോളേജ് കഴിഞ്ഞ് പോയ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ സുഹൃത്ത് ബന്ധത്തിനെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഓരോ സുഹൃത്തിനും നമ്മൾ വാല്യൂ കൽപ്പിക്കുന്നുണ്ട്. പക്ഷെ അവർ നമുക്ക് തിരിച്ച് വാല്യൂ കൽപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അതില് നമ്മൾ കുറെ ശ്രമിക്കണം ഒരു ബന്ധം നിലനിർത്തി പോവാൻ. പക്ഷെ അവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് കട്ട് ചെയ്യുക തന്നെ വേണം. അതിൽ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല. പിന്നെ അതുപോലെ തന്നെ ചില സുഹൃത്തുക്കളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കൂടെ എല്ലാത്തിനും നിൽക്കും. അതിനുശേഷം അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അപ്പുറത്ത് പോയിട്ട് നമ്മളെ പറ്റി ഉള്ളതും ഇല്ലാത്തതുമായ കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കി നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന സുഹൃത്തുക്കളുണ്ട്. പക്ഷെ അവരെ കണ്ടെത്താന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ ഒരു ഇഷ്യൂ എന്ന് വെച്ചാല്, ഞാൻ കുഞ്ഞിലെ വീട്ടിലൊക്കെ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് അമ്മയച്ഛനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ വന്ന് എന്തോ എന്ന് പറഞ്ഞ് എല്ലാവരും പരിചയപ്പെട്ട് തിരിച്ച് വീട്ടിൽ റൂമിലോട്ട് ഓടുന്ന ഒരു കുട്ടി, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു മറ്റുള്ളവരോട് മിങ്കിൾ ചെയ്യാൻ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അതിന് ഒരുപാട് ഞാൻ വഴക്ക് കേട്ടിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഹൈറ്റ് കൂടി എന്നുള്ളത് കൊണ്ട് എന്തോ ഒരു കോംപ്ലക്സും അങ്ങനെ മെലിഞ്ഞ് ഇരിക്കുന്നതുകൊണ്ട് ഒരു കോംപ്ലക്സ് ഒക്കെ ഉള്ള മൊത്തം ഒരു കോംപ്ലക്സിന്റെ ഉടമയായിരുന്നു ഞാൻ. അപ്പൊ സ്കൂളിൽ നിന്ന് നടന്നു വരുമ്പോ ഞാനിങ്ങനെ ബുക്ക് നെഞ്ചത്ത് ഇങ്ങനെ പിടിച്ചിട്ടാണ് ഞാൻ വരിക. അപ്പൊ കുട്ടേട്ടൻ അവിടെ കടവില് കുറ്റിലക്കടവ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ സ്ഥലത്തിന്റെ പേര് പെരിഞ്ഞനത്ത്. അപ്പൊ കുറ്റിലക്കടവിൽ ആ ചായക്കടയുടെ മുന്നിലൊക്കെ ഇരിക്കുമ്പോ കുട്ടേട്ടൻ പറയും, അവള് അകലേന്ന് അവള് നോക്കും, അതേ അടുത്ത് വരുമ്പോ അവള് താഴെ നോക്കി നടക്കുന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാള് പിന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ പോയപ്പോഴാണ് എനിക്ക് ഇതേപോലെ സൗഹൃദത്തിന്റെ വിലയും അല്ലെങ്കിൽ ഒരുപാട് അതായത് അത്ര നാള് ഞാൻ ഒരു 17 വയസ്സ് വരെ കെട്ടിക്കിടന്നിരുന്ന ഒരുപാട് ചിന്തകളും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ നിർഗളമായി പുറത്തേക്ക് വിടാൻ തുടങ്ങി. അതായത് എന്റെ ഫ്രണ്ട്സിനെ കിട്ടിയപ്പോൾ എനിക്കങ്ങ് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. ആ ഒരു ഫീലിംഗ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ അതിനുശേഷമാണ് ഞാൻ ഒരുപാട് സംസാരിക്കാൻ തുടങ്ങിയത്. പിന്നെ നിർത്താണ്ടായി. മറ്റുള്ളവർ പറഞ്ഞ പോലെ ഇതൊന്നും നിർത്തി വീണാന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് വന്നു. കാരണം അത്രയും വർഷത്തെ ഒരു ഇങ്ങനെ പിടിച്ചിരുന്നൊരു സംഭവം പുറത്തേക്ക് നമ്മൾ പറയില്ലേ, കൂട്ടിലിട്ടിരുന്ന കിളീനെ തുറന്നു വിട്ടൊരവസ്ഥ എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നുപോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് എന്താ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ, അതായത് പ്രത്യേകിച്ച് സുഹൃത്തുക്കളെ എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു ഇഷ്യൂ ഉണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. പക്ഷെ എന്നാലും ഇപ്പൊ കുറച്ചൊക്കെ എനിക്ക് എന്റെ അനുഭവത്തിൽ കൂടെ അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം നമ്മുടെ മനസ്സ് എങ്ങനെയാണോ അതനുസരിച്ചല്ലേ നമ്മൾ മറ്റുള്ളവരെയും കാണുന്നത്. നമ്മൾ മനസ്സിൽ നന്മ വിചാരിച്ച് ചെയ്യുന്ന ഓരോ കാര്യവും നമ്മൾ എന്താ വിചാരിക്കുക, തിരിച്ച് മറ്റുള്ളവരും അതേപോലെ തന്നെയാണ് എടുക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ പിന്നീട് കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്, ദൈവമേ നമ്മൾ വിചാരിച്ച ഒരു മുഖമല്ല സുഹൃത്തിനുണ്ടായിരുന്നതെന്ന്. അപ്പോൾ ഉണ്ടാവുന്ന ഒരു ചതി പറ്റിയ ഒരാളുടെ വികാരം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതെനിക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈവൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷവും എനിക്ക് അങ്ങനത്തെ ഒരു ചതി പറ്റിയിട്ടുണ്ട്. അത് ഞാൻ എന്താ പറയാ, ഞാൻ എന്നിട്ട് എനിക്ക് ഹീലിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഈ പ്രാണിക് ഹീലിംഗ്, അതുപോലെ തീറ്റ ഹീലിംഗ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊല്ലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ദേവി ചേച്ചിയുടെ അടുത്ത് പോയിട്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ട്രോമ പോലെയായിരുന്നു. ആ വേദനയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പറയാം മരിച്ചാലും മറക്കില്ല എന്ന് പറയില്ലേ. പക്ഷെ അതിൽ നിന്നൊക്കെ എനിക്ക് കുറെയൊക്കെ മാറ്റം വന്നിട്ട്, എന്നാൽ പോലെ അത് ആലോചിക്കുമ്പോൾ വലിയ വിഷമമാണ്. ഇപ്പൊ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് അതുപോലെ തന്നെ ചതി പറ്റിയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ അത്രയും സ്നേഹിച്ചിരുന്ന ആള് നമ്മളെ കംപ്ലീറ്റ്ലി ചതിച്ചു പോകുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടാവും. അത് അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവുള്ളൂ അല്ലെ. അതൊരു വല്ലാത്ത ഫീലിംഗ് ആണ്. ഇപ്പൊ നമ്മൾ എത്ര എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഫാമിലി നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭർത്താവുണ്ട്, കുട്ടികളുണ്ടെന്ന് പറഞ്ഞാലും ഒരു നല്ല സുഹൃത്ത് എന്ന് പറഞ്ഞത്, അത് എനിക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ പറയാൻ അറിയില്ല. അത് അത്രയും വിലപ്പെട്ടൊരു സംഭവമാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു നല്ല സുഹൃത്ത് ഉണ്ടായിരിക്കും, ചിലർക്ക് ഒന്നിൽ കൂടുതൽ ഉണ്ടായിരിക്കാം, ഒരു ഭാഗ്യവാന്മാർ. പക്ഷെ ചിലവർക്ക് നല്ലൊരു സുഹൃത്തും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. എൻ്റെ അച്ഛനമ്മ നല്ല സ്നേഹമുള്ള പാരന്റ്സ് ആണ്. എങ്കിൽ പോലും അവർ പാരന്റ്സ് മാത്രമായിരുന്നു. ഇന്നത്തെ പോലെ നമ്മൾ പറയില്ല, നമ്മുടെ ഇപ്പോൾ എൻ്റെ 2 മക്കളും എന്നെ ഫ്രണ്ടായിട്ടാണ് കരുതുന്നത്. അവരെന്തും കോളേജിൽ നടക്കുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുന്ന കാര്യങ്ങൾ തിരിച്ചു വന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. നന്ദു അത്ര ആയിട്ടില്ല, നന്ദു എന്നാൽ പറയും, പക്ഷെ അവന് ഇച്ചിരി അച്ഛൻ്റെ സ്വഭാവം, അധികം സംസാരിക്കുന്ന ഒരു കുട്ടിയാണ് നന്ദു. പക്ഷെ എങ്കിൽ പോലും ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞ് നിങ്ങൾ പേടിക്കണ്ട. എന്തിനാണ് ഈ പരീക്ഷയല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ എല്ലാം നിശ്ചയിക്കുന്നത്. 10ാം ക്ലാസ്സിൽ റാങ്ക് വാങ്ങിച്ച കുട്ടിയേക്കാളും അല്ലെങ്കിൽ ഞങ്ങളുടെ എഞ്ചിനീയറിംഗിന് റാങ്ക് വാങ്ങിച്ച ഒരാളെക്കാളും കൂടുതൽ ചിലപ്പോൾ ഹൈ പൊസിഷനിൽ വരുന്നത് ബാക്ക് ബെഞ്ചേഴ്സ് ആയിരിക്കാം. അപ്പൊ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല.
ഒരു കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്ന് പറയുന്ന പാരന്റ്സിനോട് എനിക്ക് വെറും പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം പണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ, അതായത് ഞാൻ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ആ സമയത്ത് കണ്ട് മടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. സ്കൂളിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് ഈ കോമ്പറ്റീഷനും അങ്ങനെ വല്ലാത്തൊരു കുട്ടികളെ ഇങ്ങനെ പ്രഷറിലാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ഈ പഠിത്തം അതിന് ഡിസ്റ്റിങ്ഷൻ കിട്ടണം, അല്ലെങ്കിൽ ഇത്ര മാർക്ക് കിട്ടണം, അല്ലെങ്കിൽ ഒന്നുമല്ല 10ാം ക്ലാസ് ആണ് ജീവിതത്തിന്റെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഇത്രയും പുരോഗമിച്ച് നമ്മൾ തിരിച്ച് ഇവിടം വരെ എത്തി. നമ്മൾ ഇനിയെങ്കിലും നമ്മുടെ മക്കളുടെ അടുത്ത് ശരി തോറ്റോ, ഓക്കെ മോനെ കുഴപ്പമില്ല, അടുത്തതിലൊന്ന് ശ്രമിക്കുക, കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നല്ലാതെ നമ്മൾ പറയാം. തീർച്ചയായിട്ടും നമ്മൾ മക്കളോട് പറയണം, പഠിക്കണം മക്കളെ, അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അതിന്റെ ഗുണങ്ങളും അതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുക. പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നല്ല ജോലി കിട്ടാൻ നിങ്ങൾക്ക് പഠിത്തം ആവശ്യമാണ്, തീർച്ചയായിട്ടും വേണം. പക്ഷെ എല്ലാ കുട്ടികളും പഠിക്കാൻ മിടുക്കരാണെന്നില്ല. ആ ഒരു കുട്ടിക്ക് പഠിത്തത്തിലായിരിക്കില്ല ചിലപ്പോൾ ടാലന്റ്. അവൻ ചിലപ്പോൾ നല്ല പാട്ട് പാടുന്നവനായിരിക്കാം, അല്ലെങ്കിൽ വരയ്ക്കുന്നവനായിരിക്കാം, അല്ലെങ്കിൽ നന്നായി സംസാരിക്കാൻ അറിയുന്നവനായിരിക്കാം. അങ്ങനെ ഒരുപാട് ടാലൻസ് ഉണ്ടാവും ഒരു കുട്ടി. ഈ പഠിത്തം എന്നുള്ളത് മാത്രം ഒരു ബെഞ്ച് മാർക്കായിട്ട് നിങ്ങൾ കാണാതിരിക്കുക. അത് ആ കുഞ്ഞുങ്ങൾക്കുള്ള എടുക്കുന്ന പ്രഷർ ഉണ്ടല്ലോ, അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് SLC റിസൾട്ട് വന്ന് അല്ലെങ്കിൽ +2 റിസൾട്ട് വന്നിട്ട് കുട്ടികളും ആത്മഹത്യ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അന്ധകാലം മുതൽ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ കുട്ടിക്ക് ഇല്ലാത്തത് എന്താ? കോൺഫിഡൻസ്. എവിടെ നിന്ന് കിട്ടില്ല? പാരന്റ്സിന്റെ കയ്യിൽ നിന്നും ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്നും കിട്ടാത്ത ഒരു കോൺഫിഡൻസ് കുറവ് കൊണ്ടാണ് ആ കുട്ടി അവസാനം ചിലപ്പോ നമ്മൾ കേട്ടിട്ടുണ്ട് പരീക്ഷയുടെ റിസൾട്ടിന്റെ തലേദിവസമായിരിക്കും ആ കുട്ടി മരിച്ചിട്ടുണ്ടാവും, പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ആ കുട്ടിക്ക് നല്ല മാർക്ക് ഉണ്ടാവും. അതുവരെ ആ കുട്ടിക്കുള്ള പ്രഷർ താങ്ങാൻ പറ്റാഞ്ഞിട്ടായിരിക്കും ആ മകനോ മകളോ പോയി ട്രെയിനിന്റെ താഴെയോ അല്ലെങ്കിൽ ഒരു കയറിലോ അവനവന്റെ ജീവിതം കളഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ ആസ് എ പാരന്റ് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത് നമ്മളെ മക്കളെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. എല്ലാ മക്കളും ഒരുപോലെ ആയിരിക്കില്ല. എല്ലാ മക്കളെയും ഇപ്പോൾ എൻ്റെ മകനെ അപ്പുറത്തെ വീട്ടിലെ നൈബറിന്റെ മകനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എൻ്റെ മകന് 75% മാർക്ക്, അല്ലെങ്കിൽ എൻ്റെ മകൻ ചിലപ്പോൾ ജസ്റ്റ് പാസ് ആയിട്ടുണ്ടാവുള്ളൂ, മറ്റേ കുട്ടി 98% മാർക്ക് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതുകൊണ്ട് എനിക്ക് എൻ്റെ മകനെ താത്തി കെട്ടാൻ പറ്റുമോ, അല്ലെങ്കിൽ എൻ്റെ മകൻ കഴിവില്ലാത്തവനാവോ? ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ അതിൽ കൂടെ ഫേസ് ചെയ്തിട്ടുള്ള കാരണം എനിക്ക് നന്നായി മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിച്ചുള്ള ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, എന്നെങ്കിലും ഞാൻ അമ്മയാവുമ്പോൾ, പണ്ടത്തെ കാര്യം ഞാൻ പറഞ്ഞ, എന്നെങ്കിലും ഞാൻ ഒരു അമ്മയാവുകയാണെങ്കിൽ എൻ്റെ മക്കളെ ഒരിക്കലും പഠിക്കീന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ അവരെ ടോർച്ചർ ചെയ്യില്ല. തീർച്ചയായിട്ടും പഠിക്കാൻ പറയും. ഞാൻ പറഞ്ഞത് ടോർച്ചർ എന്ന രീതിയിൽ പഠിക്കേണ്ട കാര്യമാണ്. മാർക്ക് കിട്ടുക, വെൽ ആൻഡ് ഗുഡ്, നൈസ്. നമ്മൾക്ക് കിട്ടിയ മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഏതാണെന്ന് തിരഞ്ഞെടുത്ത് പഠിക്കുക, അവരിഷ്ടത്തിന് വിടുക. അമ്മയുടെയും അച്ഛൻ്റെയും അഭിലാഷങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല നമ്മുടെ മക്കള്. അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ട്. അപ്പൊ നമ്മളുടെ പറയില്ലേ, അച്ഛന്മാരും അമ്മമാരും പറയുന്ന ഡയലോഗ് ഞാൻ പണ്ടേ ക്ലീഷ്യ ഡയലോഗാണ്. അതായത് എനിക്ക് കിട്ടാത്ത സൗഭാഗ്യം എൻ്റെ മകന് കിട്ടണം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു എഞ്ചിനീയർ ആവാൻ അല്ലെങ്കിൽ ഡോക്ടർ ആവാൻ വിചാരിച്ചു, എനിക്ക് നടന്നില്ല എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട്, അതുകൊണ്ട് എൻ്റെ മോളെ അല്ലെങ്കിൽ മോനെ ഡോക്ടർ ആക്കണം. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ആ കുഞ്ഞിന് ഡോക്ടർ ആവാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവാൻ താല്പര്യമുണ്ടോ? എഞ്ചിനീയർ ആവണേ താല്പര്യമുള്ള കുട്ടിക്ക് മാത്സിൽ നല്ല മാർക്ക് വേണം. ചിലപ്പോൾ ആ കുട്ടിക്ക് ജസ്റ്റ് കടന്നുകൂടാനുള്ള മാർക്കേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ കുട്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ട് സഫർ ചെയ്യാണ്. ആ കുഞ്ഞുങ്ങളുടെ മനസ്സ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നമ്മളുടെ സ്വപ്നങ്ങള് നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ സാരമില്ല, ഇനിയും ജീവിതം ബാക്കി കിടപ്പുണ്ട്. നമുക്ക് പുതിയ പുതിയ സ്വപ്നങ്ങൾ വെട്ടിപ്പിടിക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ മക്കൾ ഒരിക്കലും അതിന്റെ ഒരു എന്താ പറയാ വിക്ടിം ആക്കാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ തന്നെയാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് നമ്മളോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും എന്താ പറയാ എല്ലാം ഉണ്ടാവും. സ്നേഹം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, നമുക്ക് ഒരിക്കലും പിടിച്ചു വാങ്ങിക്കാൻ പറ്റില്ല. അത് അറിഞ്ഞു കിട്ടുന്നവരാണ് അതിൻ്റെ ഒരു സന്തോഷവും ഒരു എന്താ പറയുക ഒരു പൂർണ്ണതയിൽ വരുള്ളൂ. നമ്മൾ കുറച്ച് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഏത് വഴി കൂടെ സഞ്ചരിക്കണം, ഏത് വഴിയിലാണ്, ഏത് പാതയാണ് കറക്റ്റ് ആയിട്ടുള്ള പാത. പിന്നെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ആരുമില്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ വരുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് ഈ എന്താ പറയുക ജീവിതമാകുന്ന നമ്മുടെ റോഡ് ഇങ്ങനെ നോക്കി ഇങ്ങനെ രണ്ടായിട്ട് തിരിഞ്ഞിട്ടുണ്ടാവും. കൺഫ്യൂഷൻസ് തീർച്ചയായിട്ടും വരും. നമ്മൾ മനുഷ്യരാണല്ലേ, നമ്മൾ ആദ്യമേ തന്നെ ഹോംവർക്കും ചെയ്തിട്ടൊന്നുമല്ല നമ്മൾ ഭൂമിയിലോട്ട് വന്നിരിക്കുന്നത്. നമ്മൾ എക്സ്പെരിമെന്റിൽ കൂടിയാണ് കടന്നു പോരുന്നത്. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന പാത കറക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ തെറ്റായിരിക്കാം. പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മുടെ ജീവിതം ഒരിക്കലും അവസാനിക്കുന്നില്ല. പാത തെറ്റാന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നമുക്ക് തിരിച്ചു പോരാം. ആരും നിങ്ങളെ തടയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എൻ്റെ ആദ്യത്തെ ഡിസിഷൻ, ആദ്യത്തെ കല്യാണം ഞാൻ തിരഞ്ഞെടുത്ത റൂട്ട് തെറ്റിപ്പോയി.
അത് മനസ്സിലായ സമയത്ത് ഞാൻ തന്നെ വിചാരിക്കണം. അല്ലാതെ നമ്മുടെ അമ്മയോ അച്ഛനോ റിലേറ്റീവ്സ് ആരും വന്ന് നമ്മുടെ ജീവിതത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കില്ല. മേ ബി ശ്രമിക്കുമായിരിക്കും, എങ്കിൽ പോലും അതിന്റെ കടിഞ്ഞാണ് നമ്മുടെ അടുത്താണ്. അല്ലെ? പറഞ്ഞ് കാട് കയറിപ്പോയില്ലേ അല്ലെ? എനിക്കിങ്ങനെ ഒരുപാട് പേരെടുത്ത് പറയുന്നു വിചാരിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ആത്യന്തികമായിട്ട് എനിക്ക് ആവശ്യം സമാധാനം എന്നുള്ളൊരു സാധനമാണ്. രാത്രി നമുക്ക് സമാധാനമായിട്ട് വേറെ ഒന്നിനെ കുറിച്ച് ആദ്യം കൂടാതെ കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ, രാവിലെ സമാധാനമായി എണീക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതിൽ പരം ലക്ഷറി ഒന്നുമില്ല, മറ്റൊന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാവുന്ന സമയത്ത് അവിടെ മക്കളുണ്ടാവും. മക്കളെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ ചില സമയത്ത് നമ്മുടെ പിടിവിട്ട് പോകും. നമ്മൾ മനുഷ്യരാണ്. നമ്മൾ ചില സമയത്ത് പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ചിലപ്പോൾ വായിൽ നിന്ന് വരുന്നത്, വാവിട്ട വാക്ക് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ. അതുകൊണ്ട് ചില സമയത്ത് നമ്മൾ ഉദ്ദേശിച്ചതായിരിക്കില്ല വായിൽ നിന്ന് പുറത്തു വരുന്നത്. ഭാര്യ ഭർത്താവിനോടാണെങ്കിലും ഭർത്താവ് ഭാര്യയുടെ അടുത്താണെങ്കിലും നമ്മൾ വിചാരിക്കാത്ത വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ ആ വഴക്ക് കടന്നു പോകും. ആ സമയത്ത് പകച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, അതായത് നമ്മുടെ മക്കള്. ഇത് കണ്ട് പേടിച്ചരണ്ട് കട്ടിലിന്റെ താഴെ പൊളിക്കുന്ന മക്കളെ എനിക്കറിയാം. മനസ്സിലാവുന്നുണ്ടോ? അത് അവരെന്താണ്, അവർക്ക് എന്താ സംഭവിക്കണമെന്ന് അറിയില്ല. അമ്മ കരയുന്നു, അച്ഛൻ ബഹളം വെക്കുന്നു, അടിക്കുന്നു, അല്ലാന്ന് വെച്ചാൽ എപ്പോഴും ബഹളം, രാത്രിയും പകലും എന്നുള്ള രീതിയിൽ വഴക്ക് വരുമ്പോൾ അവരെ കുട്ടിക്കാലം അവര് കടന്നു പോകുന്ന ആ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനാണ്. ആ മക്കളുടെ മനസ്സിൽ അന്ന് വന്നുപെട്ടിരിക്കുന്ന ആ ഒരു വേദന വളർന്നാലും ആ വേദന അവിടെ കിടക്കും. നമ്മൾ എത്ര വലുതായി എത്ര മഹാനായി എന്ന് പറഞ്ഞാലും ആ കുട്ടിക്കാലത്ത് ആ നൊമ്പരം നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ടാവും. അത് അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ പോലും വൈകല്യങ്ങൾ ഉണ്ടാക്കാമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ പറയാം. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആയിട്ടുണ്ടെങ്കിൽ ഭർത്താവും ഭാര്യയും ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വഴക്കുകൾ ഉണ്ടാവും. ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് സൗന്ദര്യപ്പണക്കമാകാം, അല്ലെങ്കിൽ വലിയ വഴക്കുകളിൽ എത്തിപ്പെടാം. പക്ഷെ അത് നമ്മുടെ മക്കളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മുന്നിൽ വെച്ച് നിങ്ങൾ വഴക്ക് കൂടാതിരിക്കുക. നിങ്ങൾക്ക് ബെഡ്റൂമിൽ പോയി പറഞ്ഞ് വളരെ സൗമ്യമായി തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള വഴക്കുകളാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അല്ലെങ്കിലാണെങ്കിലും വാതിലടച്ചിരുന്ന് സംസാരിച്ചത് ഒതുക്കി തീർക്കുക. ഒരു ദിവസമോ അല്ലെങ്കിൽ മാക്സിമം 2 ദിവസത്തിനുള്ളിലെങ്കിലും രാത്രി ഉറങ്ങാൻ പോണേക്കാൾ മുമ്പ് അത് വഴക്ക് തീർത്ത് സമാധാനമായിട്ട് ഇരിക്കുകയാണ് ഏറ്റവും നല്ലത്. പക്ഷെ അറിയില്ല, ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ചല്ലേ. ചിലപ്പോൾ ഭാര്യ ഒത്തുതീർപ്പിന് സമ്മതിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഭർത്താവ് സമ്മതിക്കുന്നുണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും സംഭവിക്കാം അല്ലെ. പക്ഷെ അതിന് നമ്മൾ മുൻകൈ എടുക്കാം. ഇപ്പോ നമ്മൾ 2 കൈ കൂട്ടിയടിച്ചാലേ ശബ്ദം ഉണ്ടാവുള്ളൂ എന്ന് പറയില്ലേ, അതുപോലെ തന്നെ ഒരാൾ വിചാരിക്കും മറ്റാൾ വരട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ രണ്ടുപേരും അവള് വരട്ടെ അവൻ വരട്ടെ എന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ആ വഴക്ക് തീരില്ല. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് വരികയാണെങ്കിൽ മറ്റാളൊന്ന് ഒന്ന് കുനിഞ്ഞു കൊടുത്താൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. നമുക്ക് ഈഗോന്റെ ആവശ്യമില്ല നമ്മുടെ റിലേഷന്റെ ഉള്ളില്. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർത്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിങ്ങനെ അന്നത്തെ എത്രയോ വർഷം മുമ്പത്തെ കാര്യങ്ങൾ ഇപ്പൊ എടുത്തിടില്ല. അന്ന് കഴിഞ്ഞു, നമ്മൾ ഇറേസ് ചെയ്ത് കളഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ മക്കള് ഇതെല്ലാം കേട്ട് പേടിച്ചരണ്ട് അവരുടെ കുട്ടിക്കാലം നിങ്ങളായിട്ടും വൃത്തികേടാക്കരുത്. അപ്പൊ കുറെ പേര് എനിക്ക് മെസ്സേജ് ഇപ്പോൾ അയക്കാറുണ്ട്. പല വീഡിയോസും ഞാൻ ഇടുന്ന വീഡിയോസ് കണ്ടിട്ട് തന്നെ ആയിരിക്കാം, അവർ സ്വന്തം ചേച്ചീനെ പോലെ കരുതിയിട്ടായിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പലതും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അവർ പറയുന്ന പല കാര്യങ്ങളും കേൾക്കുമ്പോഴാണ് നമ്മൾ ദൈവം ഇങ്ങനത്തെ ഒരു വശമുണ്ടല്ലോ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. കയറ്റം ഉണ്ടാവും, ഇറക്കം ഉണ്ടാവും. അത് ചിലപ്പോൾ എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടായിന്ന് വരില്ല, പക്ഷെ ഓൾമോസ്റ്റ് എല്ലാവരുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ. ചിലപ്പോൾ ചെറുപ്പത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഏജ്ഡ് ആവുമ്പോഴായിരിക്കാം, ഇൻ ബിറ്റ്വീൻ എപ്പോഴെങ്കിലും സംഭവിക്കുമായിരിക്കും. ഇല്ലാത്തവര് ലക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ചില സമയത്ത് ചില വ്യക്തികൾക്ക് നമ്മുടെ മനസ്സ് പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലോട്ട് വരാം നമുക്ക്. അതായത് നമുക്ക് എന്ത് ചെയ്യും, എനിക്ക് എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ, ഞാൻ വിചാരിക്കുന്ന വഴിയിൽ എൻ്റെ മനസ്സ് നിൽക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ഘട്ടം വരുന്ന സമയത്ത് നമുക്ക് ഒരു വഴി എന്താ, ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ ആ ഷെയർ ചെയ്യാൻ ആളില്ലാത്തവർ എന്ത് ചെയ്യും, ഒരാളെ നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. കാരണം നമ്മൾ അല്ലെങ്കിൽ ബേഴ്സ്റ്റ് ആയി പോകും, നമ്മൾ വേറെ ഒരു അവസ്ഥയിലോട്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് നമ്മളൊരു ഡോക്ടറുടെ സഹായം തേടുന്നത്. ഒരു ഡോക്ടറുടെ സഹായം എന്ന് പറയുന്നത് സൈക്കാട്രിസ്റ്റിന്റെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടുന്നു എന്ന് വെച്ചിട്ട് നിങ്ങൾ മെന്റൽ പേഷ്യന്റ് ആവുന്നില്ല.
അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സിലാക്കിയോണ്ട് മാത്രം കാര്യമില്ല ആയില്ല. നമുക്ക് ചുറ്റുപാടുമുള്ള നമ്മുടെ അമ്മയോ അച്ഛനോ ബന്ധുക്കളോ ഹസ്ബൻഡോ ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവരാണ് നിങ്ങൾ ആ ഇനീഷ്യേറ്റീവ് എടുത്ത് അവിടെ കൊണ്ടുപോകേണ്ടത്. ആക്ച്വലി പറയുകയാണെങ്കിൽ അവർ മാക്സിമം ശ്രമിച്ചിട്ട് അവർക്ക് പറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സൈക്കാട്രിസ്റ്റിനോ സൈക്കോളജിസ്റ്റിനോ അടുത്ത് പോകണം. അതൊരു മോശക്കേടായിട്ട് കാണേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് എന്റെ ചെറുപ്പത്തിലെ അമ്മയ്ക്ക് ഇതേപോലെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞാൻ എന്റെ കുട്ടിക്കാലത്ത് അമ്മയും ഞാനും അച്ഛനും കൂടി ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോയിട്ടുണ്ട്. അതൊരു മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എന്റെ അച്ഛനും തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പൊ പലരും അതൊരു മോശമായി, അയ്യോ എന്റെ മോൾക്ക് ഭ്രാന്താണ് അല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് ഭ്രാന്താന്നൊക്കെ പറയുന്ന ഒരു, ഇപ്പോഴും ഇത്രയും ഉന്നത വിദ്യാഭ്യാസം കിട്ടി ഇത്രയും നമ്മുടെ കാലഘട്ടം വലിയ ഹൈഫൈ അല്ലെങ്കിൽ എന്താ പറയാ AI വരെ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോഴും ഈ ഒരു കാര്യത്തിനൊന്നും മാറ്റം വന്നിട്ടില്ല. ഇപ്പോഴും പഴഞ്ചൻ ചിന്താഗതിയാണ്. ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞാൽ അവൾക്ക് എന്താ ഭ്രാന്താണെന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിപ്പെടുന്നുണ്ട്. അത് മാറേണ്ട കാലം കഴിഞ്ഞു. നിങ്ങൾ അല്ലെങ്കിൽ അത് മാറ്റിയെടുക്കണം. ഇപ്പൊ എനിക്കാണ് ഒരു പ്രശ്നം എന്നുണ്ടെങ്കിൽ ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ആരെ സഹായം വേണ്ട, ഞാൻ പോകും എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഡോക്ടറെ പോയി കണ്ട് അവരുടെ സഹായം തേടുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ സെൽഫ് സഫീഷ്യന്റ് ആവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റുന്നത് പോലെ ആർക്കും നമ്മളെ സ്നേഹിക്കാൻ പറ്റില്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാല് നമ്മൾ അങ്ങനത്തെ ഒരു സഹായം തേടി നമ്മൾ ഡോക്ടറെടുത്തോ അല്ലെങ്കിൽ അതിന് പറ്റുന്നതായിട്ടുള്ള രീതിയിലുള്ള ശരിയായ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മളെ അതിൽ നിന്നും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് കൈവിട്ട് പോയി കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അയ്യോ എനിക്ക് അങ്ങനെ പോവാമായിരുന്നു ചെയ്യാമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ചിലപ്പോൾ സമയം കടന്നു പോയിട്ടുണ്ടാവാം. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താ വെച്ചാല് എന്താ പറയാ, ഞാൻ കുറെ നീണ്ടുപോയെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു ടോപ്പിക് കഴിയുമ്പോൾ അത് ഫിനിഷ് ചെയ്യാന്ന് വെച്ചിട്ടായിരുന്നു. ഇപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മൾ ഹെൽത്തി ആയിട്ട് മരിക്കുന്നത് വരെ ആരും കഷ്ടപ്പെടുത്താതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്, അല്ലെ? നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത് എന്താ? ദൈവമേ എനിക്ക് നല്ല ആരോഗ്യം തരണേ എന്നാണ് നമ്മൾ ഓരോ ദിവസവും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. പക്ഷെ എല്ലാവർക്കും എപ്പോഴും ആരോഗ്യവാന്മാരായിരിക്കാൻ പറ്റിയെന്ന് വരില്ല, പല കാരണങ്ങൾ കൊണ്ടും. അപ്പൊ അതില് ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ നമ്മുടെ വേദനകള്, ഓരോരുത്തർക്കും വേദന സഹിക്കാനുള്ള പവറ് കൂടുതലും കുറവായിരിക്കും. ഞാനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വേദന സഹിച്ചിട്ട് മിണ്ടാതിരിക്കുന്ന ആൾക്കാരായിരിക്കും. ചില ആൾക്കാർ ചെറിയൊരു വേദന വരുമ്പോഴേക്കും കരഞ്ഞ് ബഹളം വെക്കുന്ന ആൾക്കാരുണ്ടാവും. അതിനെ നമ്മൾ തെറ്റായി വ്യാഖ്യാനിക്കാൻ പാടില്ല. മാത്രമല്ല ചില ആൾക്കാർ എന്താ പ്രശ്നം എന്ന് വെച്ചാല് 90% ആൾക്കാരും കറക്റ്റ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഒരു 10% ആൾക്കാർ ഒരാളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു ഭാര്യയും ഭർത്താവും കൂടി ജീവിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് അവർ ഉദ്ദേശിച്ച അത്ര അറ്റൻഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? അവർ ഇല്ലാത്ത അസുഖങ്ങൾ ആക്ട് ചെയ്യും. അതായത് തലവേദന ഇല്ലെങ്കിൽ അയ്യോ എനിക്ക് തലവേദനയാണേ എന്ന് കുഞ്ഞു തരണേ, അല്ലെങ്കിൽ എന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണേ, അല്ലെങ്കിൽ വയറുവേദനയാണേ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ട് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. അതുള്ളതാണ് കേട്ടോ. ഞാനിതിൽ പറയുന്നതൊക്കെ എനിക്ക് അത്രയും വിശ്വാസമുള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അപ്പോൾ ആ ഭർത്താവ് കുറച്ച് നാള് ചിലപ്പോൾ അവർ കെയർ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇവർ ആക്ട് ചെയ്യാന്ന് മനസ്സിലാവുമ്പോൾ അത്രയും നാളുള്ള ആ കെയറിങ്ങും ഒക്കെ ചിലപ്പോൾ പോയി എന്ന് വരാം. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പക്ഷെ എല്ലാ ഭർത്താക്കന്മാരും എല്ലാ ഭാര്യമാരും അങ്ങനെയല്ല, അല്ലെങ്കിൽ എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെയല്ല എന്ന് നിങ്ങൾ ചിന്തിക്കണം. സീരിയസ് ആയിട്ട് അസുഖം ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് അസുഖമാണ് അല്ലെങ്കിൽ എനിക്ക് വേദന ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ കാര്യത്തിന് നിങ്ങൾ തീർച്ചയായും ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടി കാണണം. അപ്പൊ എനിക്കൊരു ലേഡി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾക്ക് മുൻപ്. ഒരു ടീച്ചറാണ് അവർ പറഞ്ഞതിന് ഞാൻ ആ വൈറ്റമിൻ ഡെഫിഷ്യൻസിയുടെ വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ല, വൈറ്റമിൻ D, B12 ഡെഫിഷ്യൻസിയുടെ വീഡിയോ ഇട്ടതിന് ശേഷം ഒരു 1-2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അവരെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചതാണ്. അവർ എന്നോട് പറഞ്ഞിരുന്നു ഷെയർ ചെയ്തോന്ന് പറഞ്ഞിരുന്നു ആ കാര്യം. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്ക് ഇതേപോലെ മറവി വരാൻ തുടങ്ങി ചെറുതായിട്ട്. ഈ കയ്യിൽ ഇങ്ങനെ സൂചി കുത്തുന്ന പോലെ വിരലുകൾക്കുള്ളിൽ പെയിൻ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ ചെറിയൊരു ഡിപ്രഷൻ പോലെ അങ്ങനെ. പിന്നെ കൈകാല് വേദന, ജോയിന്റ് പെയിൻ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇവരിങ്ങനെ ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞു, വീട്ടുകാരോടൊക്കെ പറഞ്ഞു, ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി മരുന്ന് കഴിച്ചു. പക്ഷെ ഇവരുടെ അത് മാറുന്നില്ല. ജനറൽ ഫിസിഷ്യന്റെ അടുത്ത് പോയപ്പോൾ അവർക്ക് എന്തോ അയൺ ഡെഫിഷ്യൻസി ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അതിനുള്ള മരുന്നുകളൊക്കെ കൊടുത്തു എന്നല്ലാതെ വേറൊരു രീതിയിലും എത്ര നാളും പോയിട്ട് എത്ര നാളും അവർക്ക് ഒരു മാറ്റം വരുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് എന്റെ വീഡിയോ അവർ കാണാനിടയായത്. അപ്പൊ അവര് ഭർത്താവിന്റെ അടുത്ത് പോയി പറഞ്ഞു, അയ്യോ ഇതേപോലെ എനിക്കിങ്ങനെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണെന്ന് തോന്നുന്നു, ഒന്ന് പോയി ടെസ്റ്റ് ചെയ്യട്ടെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, പിന്നെ നിനക്ക് വട്ടാണ്, നിനക്ക് മെന്റലാണ്, ശരിക്കും പറഞ്ഞാൽ നിനക്ക് ഒരു അസുഖവും ഇല്ല, നീ ഫുൾ അഭിനയാണെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറയുന്നുണ്ട് ഇല്ല എനിക്ക് എന്റെ ഇഷ്യൂ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇയാളാണെങ്കിൽ അത് സമ്മതിച്ച് കൊടുക്കണമില്ല.
അങ്ങനെ അവർ ഒറ്റയ്ക്ക് വളരെ വല്ലാത്തൊരവസ്ഥയിലാണ് വെച്ചാൽ ബോഡി അത്രയും പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു സ്ത്രീ അവസാനം ഒറ്റയ്ക്ക് പോയി വേറൊരു ഡോക്ടറെ അടുത്ത് പോയി അവരായിട്ട് പറഞ്ഞു, സർ എൻ്റെ വൈറ്റമിൻ ഡിയും B12 ഒന്ന് ടെസ്റ്റ് ചെയ്യണം എന്ന് അവർ റിക്വസ്റ്റ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് വളരെ ലോ, 7 or 5 ഒക്കെയാണ് വൈറ്റമിൻ ഡിയും അതുപോലെ തന്നെ B12 അത്രയും കുറവായിരുന്നു അവർക്ക്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്, ദൈവമേ എങ്ങനെയാണ് ഞാൻ ജീവിച്ചു പോണത്. അതിനുശേഷം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തു, മെഡിസിൻസ് കൊടുത്തു. വിത്തിൻ 3 months അവർ ശരിയായി. അപ്പോഴാണ് അവരുടെ വീട്ടുകാർക്ക് ഇവർ പറഞ്ഞതാണ് സത്യമെന്ന് മനസ്സിലായത്. പക്ഷെ അത് കുറച്ചും കൂടെ നാൾ വൈകിയിരുന്നെങ്കിലോ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുമായിരുന്നില്ല. ആ സ്ത്രീ ചിലപ്പോൾ ജീവിച്ചിരിക്കുമായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വിഷമങ്ങൾ ഒരാളോട് പറയുമ്പോൾ അതിൻ്റെ അതേ ഇന്റൻസിറ്റിയോട് കൂടി മനസ്സിലാക്കാനുള്ള ഒരു പാർട്ട്ണറോ ഒരു ഫാമിലിയോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു. പക്ഷെ ഞാൻ പറയുന്നത് ഇതൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മൾ തന്നെയാണ് പോണത്. നമ്മൾ വന്നപ്പോഴും തന്നെയായിരുന്നു, നമ്മൾ പോകുമ്പോഴും തന്നെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ശരീരത്തിനെ കുറിച്ച് ആലോചിക്കണം, ശ്രദ്ധിക്കണം, സ്നേഹിക്കണം, അതിനാവശ്യമുള്ള പരിചരണം കൊടുക്കണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിനുശേഷം മാത്രം മതി നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭർത്താവിനും നമ്മുടെ അമ്മയ്ക്കും അച്ഛനുമുള്ള കാര്യങ്ങൾ ചെയ്യുക. കാരണം നമ്മളുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അവരെ പരിചരിക്കാനും നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കാനും സ്നേഹിക്കാനും ഒക്കെ പറ്റുള്ളൂ, അല്ലേ? അപ്പൊ പറയാൻ ഉദ്ദേശിച്ച് ഇത്രയേ ഉള്ളൂ. നമ്മൾ സെൽഫ് സഫിഷ്യന്റ് ആവുക. നമുക്ക് ബാക്കി ഞാൻ കുറെ പറയാനുണ്ട്, അടുത്ത വീഡിയോയിൽ പറയാം. ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഇത്ര നേരം എന്നെ സഹിച്ച ഞാൻ പറഞ്ഞ സംസാരം കേട്ട് നിന്ന് എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു, ബൈ.